respected Rishi sir, iLearn family, toppers and parents, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ എൻ്റെ iLearnുമായിട്ട് എൻ്റെ അസോസിയേഷൻ വന്നത് ഇൻ്റർവ്യൂ സ്റ്റേജിലാണ്. അപ്പോൾ ഞാൻ ഷിനാസ് സാറിൻ്റെ അടുത്താണ് ഫസ്റ്റ് വന്നത്. അപ്പോൾ സാറിൻ്റെ അടുത്ത് ഡാഫ് അനാലിസിസും 1-to-1 സെഷൻസിനുമാണ് ഞാൻ വന്നത്. അപ്പോൾ ഞാൻ പൊതുവേ സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എനിക്ക് എന്താണെന്നറിയില്ല, സ്ട്രെസ്സ് കാരണമായിരിക്കും കുറച്ച് ചിരിക്കാതെ ഭയങ്കര ഒരു ലോങ് ഫേസോടുകൂടെ സംസാരിച്ചാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ ഷിനാസ് സാർ എനിക്ക് കുറേ ഫീഡ്ബാക്ക്സ് തന്നിട്ടുണ്ട്. പക്ഷേ അതിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് എടുത്തൊരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, നീ ചിരിക്കണം, നിൻ്റെ കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു ഫേസാണ്. അപ്പോൾ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് ചിരിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ഷിനാസ് സാർ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ബോർഡിലുള്ളൊരു മെമ്പർ, എൻ്റെ ഓപ്ഷണൽ ഫിലോസഫിയാണ്, അപ്പോൾ ഫിലോസഫി ആയതുകൊണ്ട് ബോർഡിലുള്ളൊരു മെമ്പർ എൻ്റെ അടുത്ത് ചോദിച്ചു, സോ നിനിയ, യു ആർ എ സ്റ്റുഡൻറ്റ് ഓഫ് ഫിലോസഫി, സോ ഹൗ ഡു യു എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റ്മെൻറ്റ് മാൻ ക്രിയേറ്റഡ് ഗോഡ്? പൊതുവേ നമ്മൾ കേൾക്കാറുള്ളത് ഗോഡ് ക്രിയേറ്റഡ് മാൻ എന്നാണ്, പക്ഷേ മാൻ ക്രിയേറ്റഡ് ഗോഡ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത്, ഞാൻ കുറച്ച് സ്ട്രെസ്ഡായി ആ ഒരു ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ, അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് നമ്മുടെ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞൊരു പാട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സർ ദിസ് റിമൈൻഡ്സ് മീ ഓഫ് എ ഫേമസ് മലയാളം സോങ്, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു. അതിന് ഞാനൊരു ആൻസർ കൊടുത്തു. അപ്പോൾ ആൻസർ കൊടുത്തതിന് ശേഷം എൻ്റെ അടുത്ത് വേറൊരു സാറ് ചോദിച്ചു, ഓക്കെ, സോ നിനിയ, ആർ യു എ ബിലീവർ എന്ന് ചോദിച്ചു. ആർ യു എ തീസ്റ്റ് ഓർ എത്തിസ്റ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സർ ഐ എം എ തീസ്റ്റ്, ഐ ബിലീവ് ഇൻ ഗോഡ് എന്ന് പറഞ്ഞു. അപ്പോൾ സാർ ഇച്ചിരി ഒരു ഗ്രില്ലിംഗ് മോഡിൽ എൻ്റെ അടുത്ത് ചോദിച്ചു, ബട്ട് നൗ ഓൺലി യു സെഡ് ദാറ്റ് യു മാൻ ക്രിയേറ്റഡ് ഗോഡ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലോടി വന്നത് ഷിനാസ് സാറിൻ്റെ ആ ഒരു ഫീഡ്ബാക്കാണ്, എന്ത് വന്നാലും ചിരിച്ച് ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു, സർ ഐ വാസ് ജസ്റ്റ് സബ്സ്റ്റാൻഷിയേറ്റിംഗ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അത്ര സീരിയസ് ആയിട്ട് നിന്ന സാറ് പോലും ചിരിച്ച് അതിനെ ഹാൻഡിൽ ചെയ്തു. ബോർഡിൽ എല്ലാവരും ചിരിച്ചു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ടഫസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോയാലും ഒരു ചെറിയൊരു പുഞ്ചിരി കൊണ്ട് ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ എൻ്റെ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ iLearn എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ കിട്ടിയ റാങ്ക് വെച്ച് ഞാൻ ഉദ്ദേശിക്കുന്ന സർവീസ് കിട്ടില്ല, പക്ഷേ ഞാൻ ഇനിയൊരു അറ്റംപ്റ്റും കൂടി ഉണ്ട്. അപ്പോൾ ആ അറ്റംപ്റ്റിൽ ഞാൻ എന്തായാലും ഇൻ്റർവ്യൂ സ്റ്റേജ് എത്തുകയാണെങ്കിൽ iLearnലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എന്നെപ്പോലെ തന്നെ നിങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്ത് iLearn ഞാൻ എല്ലാവരും നന്ദിയും രേഖപ്പെടുത്തുന്നു. താങ്ക് യു.